മറ്റൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ട കോന്നിയിലെ പാറമടയിൽ അപകടത്തിൽപ്പെട്ട ബീഹാർ സ്വദേശിയെ കണ്ടെത്താനായി കൂറ്റൻ എക്സ്കവേറ്റർ എത്തിച്ചു. അപകടം നടന്ന സ്ഥലത്ത് ലൈറ്റുകൾ സ്ഥാപിച്ച് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നന്ദുഷയുടെ വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ഈ വെളിച്ചക്കുറവ് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ? പ്രത്യേകിച്ച് ആ പ്രദേശത്തിന്റെ ഭൂപരിസരം വെളിച്ചക്കുറവുള്ള ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ഏത് തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? എന്താണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം? പരിമിതികളേറെയുള്ള ഒരു രക്ഷാ ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും പറഞ്ഞതുപോലെ വെളിച്ചക്കുറവിൽ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ രക്ഷാ ദൗത്യ സംഘത്തിന് മുന്നിൽ ഇവിടെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവനെ തിരികെ പിടിക്കാനുള്ള ഒരു ലക്ഷ്യബോധത്തോടെ ഉള്ള ഒരു രക്ഷാദൗത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ അപകടത്തിൽപ്പെട്ട എക്സ്കവേറ്ററിന് ചുറ്റും അസ്ക ലൈറ്റ് പോലെയുള്ള കൂടുതൽ പ്രകാശം കിട്ടുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ സ്ഥാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് എത്തിച്ച കൂറ്റൻ എക്സ്കവേറ്റർ അതിന്റെ നീളമേറിയ ഭൂമി ഉപയോഗിച്ച് ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട എക്സ്കവേറ്ററിന്റെ മുകളിലുള്ള പാറക്കൂന പൂർണ്ണമായി മാറ്റുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ പെട്ടെന്നാണ് ആ ജോലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യമാവുന്നുണ്ട്. കാരണം ഇവിടെ ആദ്യം, അതായത് കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് അപകടത്തിൽപ്പെട്ട ആ ഹിറ്റാച്ചി അല്ലെങ്കിൽ ആ എക്സ്കവേറ്ററിനെ പൂർണ്ണമായി കാണാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറച്ചുകൂടി ദൃശ്യമായിട്ടുണ്ട്. അതിനർത്ഥം അതിന് മുകളിലുള്ള പാറക്കൂന മാറ്റുന്ന ജോലി ഏതാണ്ട് പൂർണ്ണമായി വിജയിക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ് കാണുന്നത്. അതായത് കുറച്ചുകൂടി ദൃശ്യമാകുന്നുണ്ട് ആ അപകടത്തിൽപ്പെട്ട ആ സ്ഥലം. നന്ദു, മറ്റൊരു കാര്യവും കൂടെ ഞാൻ ഇടപെട്ടത് ചോദിക്കുകയാണ്. അതായത് ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു ഏകോപനമില്ല എന്ന തലത്തിൽ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് കോന്നി MLA അടക്കം സ്ഥലത്തില്ല, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊരു ഏകോപനമില്ലായ്മ ഒക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നേരം രക്ഷാപ്രവർത്തനം വൈകിയതെന്ന് പറയുന്നത്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഈ സ്ഥലത്തുണ്ടോ? പ്രത്യേകിച്ച് കലക്ടർ അടക്കമുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തുണ്ടോ? കളക്ടർ നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടെ എത്തേണ്ട ആൾ തന്നെയാണ് കോന്നി MLA ജയേഷ് കുമാറൊക്കെ. അദ്ദേഹം അപകടം നടന്ന 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ അപകട സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു നടപടി അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം ജില്ലയ്ക്ക് പുറത്താണെന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തിയതായും നമുക്ക് ഇതുവരെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. മറ്റൊരാൾ ഈ സ്ഥലം MP ആന്റോ ആന്റണിയാണ്. അദ്ദേഹം നിരവധി തവണ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ഫോണിൽ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹവും ഇവിടെ ഈ അപകടം നടന്നതിന് തൊട്ട് ഇവിടെ വരെ അദ്ദേഹവും ഇവിടെ ഈ അപകട സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. ഈ രണ്ട് ജനപ്രതിനിധികളുമാണ് ഇവിടേക്ക് എത്താതിരുന്നത്. കളക്ടറുടെ ഇടപെടലിനെ സംബന്ധിച്ചുള്ള പരാതികൾ ഏറെ ഉയർന്നിരുന്നുവെങ്കിൽ പോലും കളക്ടർ ഇന്നലെ മുതൽ തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. കളക്ടർ മാധ്യമങ്ങളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഒരു പാറമല ഇടിച്ചിലുണ്ടാകുന്നതും കളക്ടർ ഉൾപ്പെടെ ഓടി മാറി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയും ഒക്കെ ഇന്നലെ ഉണ്ടായി. ഇന്ന് രാവിലെ തന്നെ കളക്ടർ ഇവിടേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനങ്ങളെ സംബന്ധിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി പോവുകയും ചെയ്തു. പക്ഷേ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ഒരു പ്രശ്നം ഇവിടെ പറ്റിയത് ഈ യന്ത്രഭാഗങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ യന്ത്രങ്ങളാണ് ഇവിടേക്ക് ആവശ്യമുള്ളതെന്നുള്ള വിവരം കൃത്യമായി ഇന്നലെ തന്നെ ദൗത്യ സംഘം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു. പക്ഷെ അത് എത്തിക്കുന്നതിൽ വലിയ കാലതാമസമാണ് നേരിട്ടത്. ഒരുപക്ഷെ ഇന്ന് ഒരു 10 മണിയോട് കൂടിയെങ്കിലും ഈ എക്സ്കവേറ്റർ ഇവിടെ എത്തിച്ചിരുന്നുവെങ്കിൽ മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ നമുക്ക് അജയ് റായിയെ കണ്ടെത്താനാകുമായിരുന്നു എന്നുള്ളത് ഒരു വിമർശനമായി തന്നെ ഇവിടെ നിൽക്കുകയാണ്. എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളത് ഈ രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഇവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയെ വിമർശിക്കാൻ ഉതകുന്ന ഒരു കാരണമായി മാറാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ നിലവിൽ അത്തരത്തിലൊരു വാഗ്വാദത്തിലേക്കൊന്നും കടക്കുന്നില്ല ആരും. കാരണം അതിനുള്ളിൽ ആ പാറക്കൂനക്കടിയിലുള്ള ഒരു ജീവനാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ നാട്ടുകാരനല്ലെങ്കിൽ പോലും അതും ഒരു മനുഷ്യനാണ്, വളരെയേറെ വിലയേറിയ ഒരു ജീവനാണ് എന്നാണ് അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ച കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ജീവന് പൂർണ്ണമായും വിലകൽപ്പിക്കുന്ന നിലയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വാർത്ത, അതായത് നന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്.
വലിയ രീതിയിലുള്ള പാളിച്ചകൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏകോപനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കൂറ്റൻ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്.